കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞതിന്റെ ചുരുളഴിക്കാൻ അന്വേഷണം ഊർജിതമാക്കി NIA. സവാദിന്റെ ബന്ധുക്കളെയും വിവാഹം നടന്ന പള്ളിയിലെ ഭാരവാഹികളെയും നാളെ വിശദമായി ചോദ്യം ചെയ്യും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീറെ, ഈ സവാദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും NIAക്ക് കിട്ടിയോ? എന്തൊക്കെയാണ് തുടർ നീക്കങ്ങൾ? മതനിന്ദ ആരോപിച്ചുകൊണ്ട് 2010 ജൂലൈ 4-ാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു ഈ സംഭവത്തിന് പിന്നിൽ. അതിലെ ഒന്നാം പ്രതിയാണ് സവാദ് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോകുകയും പിന്നീട് 13 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുകയും ചെയ്തത്. ഇത്രയും കാലം സവാദ് ഒളിവിൽ കഴിഞ്ഞത് എവിടെയൊക്കെയാണ് എന്നും ആരൊക്കെയാണ് സവാദിനെ സഹായിച്ചത് എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലും ഒപ്പം തന്നെ മഞ്ചേശ്വരത്തും അന്വേഷണ സംഘം എത്തുകയും വിശദമായിട്ടുള്ള നടപടിയുമായിട്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഷാജഹാൻ എന്ന പേരിലാണ് ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം കണ്ണൂരിൽ വാടക വീട്ടിലായിരുന്നു സവാദ് താമസിച്ചിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ആ ഭാഗത്ത് പ്രത്യേകിച്ചും മഞ്ചേശ്വരം മേഖലയിലൊക്കെ വലിയ സഹായം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളൊരു സംശയം NIAക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സവാദിന്റെ ഭാര്യ ഖദീജ ഒപ്പം തന്നെ ഭാര്യാപിതാവായിട്ടുള്ള അബ്ദുറഹിമാൻ എന്നിവർക്കും ഈ സവാദിന്റെ വിവാഹം നടത്തിക്കൊടുത്ത ആ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങൾക്കും ഇപ്പോൾ NIA നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ കൊച്ചിയിലെ NIA ഓഫീസിലെത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകണം എന്നുള്ളതാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം. ഈ കുടുംബം നാളെ അവിടെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്, സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യം മാത്രമാണ് അവർ പറയുന്നത്. എന്നാൽ NIA അത് മുഖവിലക്കെടുത്തിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നാണ് NIA അറിയിക്കുന്നത്. നാളെ കൊച്ചിയിലെ ഓഫീസിലെത്താനാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വേണു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.